ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ ഇനി നമുക്കുള്ളത് 2 മൊഡ്യൂൾസാണ്, 4ഉം 5ഉം ആണ്. അപ്പോൾ മുൻപത്തെ മൊഡ്യൂൾസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഫസ്റ്റ് മൊഡ്യൂളിൻ്റെയും സെക്കൻഡ് തേർഡിൻ്റെയും വീഡിയോ കാണാം കേട്ടോ. ഫോർത്ത് മൊഡ്യൂൾ ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്ലാൻ വെർ ഇൻ പേഴ്സൺ കളക്റ്റീവ്ലി ഷെയർ ദ ലോസസ് ഓഫ് റിസ്ക് അല്ലേ. അത് റിസ്ക് നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ റിസ്ക് എടുക്കുന്നതിന് നമുക്ക് കിട്ടുന്ന ഒരു റിട്ടേൺ അല്ലേ. അതായത് ലോസുകൾ വരികയാണെങ്കിൽ ആ ലോസുകൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആ നഷ്ടങ്ങൾ വരുമ്പോൾ ആ നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് ഇൻഷുറൻസ്. അപ്പോൾ ഇൻഷുറൻസ് ഈസ് ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് ഇൻഷുവേർഡ് എന്ന് എഴുതിയാലും കറക്റ്റാണ് കേട്ടോ. അതായത് ഇൻഷുററും ഇൻഷുറൻസും അല്ല ഇൻഷുററും ഇൻഷുവേർഡ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എടുത്ത ആളും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലൊരു എഗ്രിമെൻ്റാണ് ഇൻഷുറൻസ്. അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറൻസ് ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ്. ഇതന്നെ നിങ്ങൾക്ക് മീനിങ് ചോദിച്ചാലും എഴുതി വയ്ക്കുക കേട്ടോ. അവർ ഇറ്റ് കവർ ദ മോണിറ്ററി റിസ്ക്. നമുക്കറിയാം മോണിറ്ററി റിസ്ക്, മണി റിസ്കുകൾ കവർ ചെയ്യാനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. ഇൻഷുറൻസ് ഈസ് നോട്ട് എ ഗാംബ്ലിംഗ്, ഇതൊരു ചൂതുകളി പോലെയല്ല. ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ്. അതായത് നഷ്ടസാധ്യത, നഷ്ടം വരുമ്പോൾ ആ നഷ്ടസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു കോൺട്രാക്റ്റാണ് ഇൻഷുറൻസ്. എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ് ഒരിക്കലും അത് ബാധകമല്ല അല്ലേ. ഒരാളുടെ മരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്കതിന് എത്ര പൈസ തന്നാലും അത് നഷ്ടപരിഹാരം ആവില്ലല്ലോ. അപ്പോൾ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഉത്തമമായ വിശ്വാസം എല്ലാ പാർട്ടീസ് തമ്മിലുണ്ടായിരിക്കണം. ഇൻഷുറൻസ് ഈസ് എ കോപ്പറേറ്റീവ് എൻഡവറാണ്, ഒരു കോപ്പറേറ്റീവ് എൻഡവറാണ്. ഇൻഷുറൻസ് ഇൻവോൾവ്സ് കൺസിഡറേഷൻ, ഇറ്റ്സ് കോൾഡ് പ്രീമിയം. ഇൻഷുറൻസിൽ കിട്ടുന്ന ആ കൺസിഡറേഷനെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുക കേട്ടോ. അപ്പോൾ അത്രയൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇൻഷുറൻസിൻ്റെ അഡ്വാൻറ്റേജ്, ബെനഫിറ്റ്, ഇമ്പോർട്ടൻസ് ഒക്കെ ചോദിച്ചാൽ എല്ലാത്തിലും എഴുതി വയ്ക്കാൻ പറ്റുന്നതാണ്. ഒന്ന് അൺസർട്ടനിറ്റി നമുക്ക് കവർ ചെയ്യാനായിട്ട്, അൺസർട്ടനിറ്റി എഗെയിൻസ്റ്റ് ആയിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇൻഷുറൻസ് കോൺട്രിബ്യൂട്ട് പോസിറ്റീവ്ലി ടു എക്കണോമിക് ഗ്രോത്ത്, അല്ലെങ്കിൽ സാമ്പത്തിക ഒരു വളർച്ച ഉണ്ടാകുന്നു പോസിറ്റീവ്ലി എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ നിക്ഷേപത്തിൻ്റെ ഒരു അവസരമാണ് ശരിക്കും ഇൻഷുറൻസ് പറഞ്ഞാൽ. ഇറ്റ് പ്രൊവൈഡ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ സേവിങ്സ് എൻകറേജ് ചെയ്യുന്നു. ബിസിനസ് കണ്ടിന്യൂഷൻ എൻഷുർ ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ അതിൻ്റെ ഫീച്ചേഴ്സും അല്ലെങ്കിൽ അഡ്വാൻറ്റേജും ബെനിഫിറ്റൊക്കെ ആയിട്ട് നമുക്ക് എഴുതാം കേട്ടോ. ഈ പാർട്ടീസ് ഓഫ് ഇൻഷുറൻസിൽ ഏതൊക്കെ പാർട്ടീസ് ഉണ്ടായിരിക്കും? ഇൻഷുർഡ് ഉണ്ടായിരിക്കും ഓക്കെ അല്ലേ. അതായത് ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ കവേർഡ് ബൈ ഇൻഷുറൻസ് ഈസ് കോൾഡ് ഇൻഷുർഡ്. അതായത് ഇൻഷുറൻസ് കവർ ചെയ്യുന്ന ആളില്ലേ, അത് അദ്ദേഹമാണ് ഇൻഷുർഡ്. ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ആരാണ്? എ പേഴ്സൺ കോൺട്രാക്റ്റിംഗ് ടു ഇൻഡെമിനിഫൈ എഗൈൻസ്റ്റ് ദ ലോസ് ഈസ് കോൾഡ് ഇൻഷുറർ. അതായത് ഇൻഷുറൻസ് എടുത്ത ആൾ ഇൻഷുർഡും ഇൻഷുറൻസ് കമ്പനിയാണ് ഇൻഷുററും. അതൊന്ന് പഠിച്ചു വയ്ക്കുക. അത് ബെനഫിഷ്യറി, ദ പേഴ്സൺ ടു ഹൂം ദ ഇൻഡെമിനിറ്റി ഈസ് പെയ്ഡ് ഈസ് കോൾഡ് ബെനഫിഷ്യറി. ആരുടെ നഷ്ടസാധ്യതയ്ക്കെതിരെയാണോ നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കുന്നത് അവരെയാണ് ബെനഫിഷ്യറി എന്ന് പറയുക കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ഫങ്ഷൻസ് ഓഫ് ഫങ്ഷൻസ് നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് പ്രൈമറി ഫങ്ഷൻ ഉണ്ട്. പ്രൈമറി ഫങ്ഷനിൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക, റിസ്ക് ബെയർ ചെയ്യുക, റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുക, സെർട്ടിനിറ്റി പ്രൊവൈഡ്, ഇതൊക്കെയാണ് പ്രൈമറി ഫങ്ഷൻ. സെക്കൻഡറി ലോസുകൾ പ്രിവെൻറ്റ് ചെയ്യുക, ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക, റിസ്ക് എന്ത് ചെയ്യുക, കവർ ചെയ്യുക, ഡെവലപ്മെൻറ്റ് ഓഫ് ലാർജർ ഇൻഡസ്ട്രീസ്, ഇതൊക്കെ നമുക്ക് അതിന് സെക്കൻഡറി ഫംഗ്ഷനായിട്ട് പറയാം. അതർ ഫംഗ്ഷൻ ഉണ്ട്, ഇറ്റ്സ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൂള്, മീഡിയം ഓഫ് ഏർണിംഗ് ഫോറിൻ എക്സ്ചേഞ്ച്, റിസ്ക് ഫ്രീ ട്രേഡ്, ഇതൊക്കെ നമുക്ക് പറയാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ചിലപ്പോൾ 5 മാർക്കിനൊക്കെ ചോദിക്കാം. എന്തൊക്കെയാണ്? ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, നമ്മൾ എന്തെങ്കിലും ഒരു പൈസ അല്ലെങ്കിൽ ഒരു എമൗണ്ട് ആഗ്രഹിച്ചിട്ടായിരിക്കും നമ്മൾ ഇൻഷുറൻസ് എടുക്കുക. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. 2 അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഉത്തമമായ വിശ്വാസം പരസ്പരം ഉണ്ടായിരിക്കണം അല്ലേ. ഇൻഷുറൻസിൽ അതാണ് മെയിനായിട്ട് വേണ്ടത്. 3 ഇൻഡെമിനിറ്റി, നഷ്ടസാധ്യത. 4 സബ്രോഗേഷൻ. 5 പ്രോക്സിമേറ്റ് കോസ്. 6 കോൺട്രിബ്യൂഷൻ. 7 മിറ്റിഗേഷൻ ഓഫ് ലോസ്. നമുക്കിതൊന്ന് ബ്രീഫായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് നേരത്തെ പറഞ്ഞു, ദ ഇൻഷുർഡ് മസ്റ്റ് ഹാവ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ ഇൻഷുറൻസ് എടുക്കുന്ന സബ്ജക്റ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് താല്പര്യം ഉണ്ടാണോ അല്ലേ. അല്ലാതെ വെറുതെ നമ്മൾ അതിൽ ഇൻഷുറൻസ് ഒരിക്കലും നമ്മൾ എടുക്കില്ല. അതാണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. 2 അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഉത്തമമായ വിശ്വാസം. ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയും കമ്പനിയും തമ്മിൽ പരസ്പരം ഒരു ഉത്തമ വിശ്വാസം ഉണ്ടായിരിക്കണം. ഇൻഡെമിനിറ്റി, നഷ്ടസാധ്യത അല്ലെ. ലൈഫ് ഇൻഷുറൻസ് ഒഴികെ നമുക്ക് നഷ്ടം സംഭവിക്കാൻ ചാൻസ് ഉള്ളതിനെല്ലാം ഇൻഷുറൻസ് എടുക്കാം. സബ്രോഗേഷൻ, ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്സ് ആൻഡ് റെമഡീസ് ഓഫ് ദ ഇൻഷുർഡ്. അതായത് എന്തെങ്കിലും ഒരു സാധനത്തിന് നഷ്ടം സംഭവിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും ഫയറാൽ മൂലം എന്തെങ്കിലും കത്തി നശിച്ചാൽ പിന്നെ അതിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങൾക്കെല്ലാം അധികാരം ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും. കാരണം നമ്മൾ അതിന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. പിന്നെയുള്ളതൊക്കെ അവരുടെയാണ്. അപ്പോൾ അതാണ് സബ്രോഗേഷൻ. അടുത്ത കോസ പ്രോക്സിമ മീൻസ് ദ മോസ്റ്റ് ഇമ്മീഡിയറ്റ് കോസ് വിച്ച് റിസൾട്ട് ഇൻ ടു എ ഡെഫിനിറ്റ് ലോസ്. അതായത് ഒരു കാര്യം നഷ്ടം സംഭവിച്ചതിൻ്റെ
മെയിനായിട്ടുള്ള റീസൺ നോക്കണം നമ്മൾ. ചിലപ്പോൾ ഒന്നിൽ കൂടെ റീസൺ കൊണ്ട് ചിലപ്പോൾ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവാം. അതിന് ഏറ്റവും മെയിൻ റീസൺ ഏതാണോ അതിന് മാത്രമേ നമുക്ക് ക്ലെയിം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് കോസ പ്രോക്സിമ. അതായത് ഇപ്പോൾ ഒരു വീടിൻ്റെ കേസ്, ഒരു വീടിനെതിരെ അല്ലെങ്കിൽ ഒരു നമ്മൾ ഹൗസിനെതിരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻഷുറൻസ് എടുത്തു. അത് ഫ്ലഡും ഒരേ സമയം വന്നു, അതുപോലെ തന്നെ വല്ല ഇടിവെട്ടോ അങ്ങനെ വരികയാണെങ്കിൽ ആ വീടിന് നഷ്ടം സംഭവിച്ചത് ഫ്ലഡ് മൂലമാണോ ഇടിവെട്ട് മൂലമാണോ, അതുകൊണ്ട് മെയിൻ കാരണം ഏതാണെന്ന് നോക്കും നമ്മൾ. അതിനെ നമുക്ക് എന്ത് കിട്ടുള്ളൂ? യെസ്, നമുക്ക് ക്ലെയിം കിട്ടുള്ളൂ. അതാണ് കോസ പ്രോക്സിമ. പിന്നെ മിറ്റിഗേഷൻ ഓഫ് ലോസ്. മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആ നഷ്ടം നമ്മൾ ലഘൂകരിക്കാൻ നോക്കണം എന്ന് പറയാം. ഇപ്പോൾ കത്തി നശിക്കുകയാണ് വീട്, അപ്പോൾ അത് കത്തി നശിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതെങ്ങനെയെങ്കിലും കിടത്താൻ നോക്കണം അല്ലേ? അതാണ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. അല്ലാതെ നമ്മൾ വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. കാരണം ഇൻഷുറൻസ് കിട്ടുമെന്ന് കരുതിയിട്ട് അത് മൊത്തം കത്തിക്കോട്ടെ എന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ക്ലെയിം കിട്ടില്ല. അതായത് മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ മിനിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം ലോസ്. അടുത്ത കോൺട്രിബ്യൂഷനാണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡെമിനിറ്റി ഫൈലിക്ക് എതിരായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട്, അതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് പ്രീമിയൊക്കെ നമ്മൾ അടക്കില്ലേ, അതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഹൾ ഇൻഷുറൻസ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസി എസ്പെഷ്യലി ഡിസൈൻ ഫോർ കവറിങ് ഷിപ്പ് ഡാമേജ് എക്സ്പെൻസ്. ഷിപ്പിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ആ നഷ്ടങ്ങൾ നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഹൾ ഇൻഷുറൻസ്. ഇനി ബർഗ്ലറി ഇൻഷുറൻസ് ഉണ്ട്. അത് ഇതിന് വേണ്ടിയിട്ടാണ് ക്രൈം ഇൻഷുറൻസ് ആണ് കേട്ടോ, അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ റീ ഇൻഷുറൻസ് ഉണ്ട്. ഇറ്റ് സിംപ്ലി മീൻസ് ഇൻഷുറൻസ് ഫോർ ഇൻഷുറൻസ് കമ്പനി. ഇറ്റ് മീൻസ് ആൻ ഇൻഷുറൻസ് കമ്പനി പർച്ചേസ് അനദർ ഇൻഷുറൻസ് കമ്പനി. ചിലപ്പോൾ ചില ഇൻഷുറൻസ് കമ്പനികൾ എന്ത് ചെയ്യുന്നറിയോ, അവർ മറ്റൊരു കമ്പനിയിൽ ഇൻഷുറൻസ് എടുക്കും. അതാണ് റീ ഇൻഷുറൻസ് കേട്ടോ. ഡബിൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരേ സാധനം തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കമ്പനികളിൽ ഇൻഷുർ ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു വണ്ടിയുണ്ട്, ആ വണ്ടിയുടെ ഇൻഷുറൻസ് ഒരു കമ്പനിയിൽ മാത്രമല്ല മറ്റൊരു കമ്പനിയിൽ ഇൻഷുർ ചെയ്യുക. അതാണ് ഡബിൾ ഇൻഷുറൻസ് കേട്ടോ. ഇനി അടുത്ത റോൾ ഓഫ് ഇൻഷുറൻസ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഇൻഷുറൻസിൻ്റെ റോൾ എന്താണ്? ഒന്ന്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, പ്രൊമോട്ട് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ഇൻഷുറൻസ് മേക്സ് ഫിനാൻഷ്യൽ റിസോഴ്സ്, ഇൻഷുറൻസ് സ്പ്രെഡ് റിസ്ക്, എൻകറേജ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഗവൺമെൻറ് സെക്യൂരിറ്റി പ്രോഗ്രാം. ഇതൊക്കെ എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ ഇൻഷുറൻസിൻ്റെ പ്രാധാന്യമാണ്. അത് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ആണ്. ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, മറൈൻ ഇൻഷുറൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ലൈഫ് ഇൻഷുറൻസ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ദാറ്റ് പേയ്സ് ഔട്ട് എ സം ഓഫ് മണി ഐദർ ഓൺ ദ ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ് അല്ലേ. അതായത് ഒരാളുടെ മരണം മൂലം അല്ലെങ്കിൽ അയാൾ മരിക്കുമ്പോൾ നമുക്കതിൻ്റെ ക്ലെയിം കിട്ടുക, അല്ലെങ്കിൽ ഓരോ സ്പെസിഫൈഡ് പീരീഡ്, ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ, ഒരു പ്രത്യേക പീരീഡ് കഴിയുമ്പോൾ നമുക്കതിൻ്റെ പൈസ കിട്ടും എന്ന് ഉറപ്പിന്മേൽ നമ്മൾ എടുക്കുന്ന ഒരു ഇൻഷുറൻസാണ് ലൈഫ് ഇൻഷുറൻസ്. മറൈൻ അങ്ങനെയല്ല. മറൈൻ ഷിപ്സിൻ്റെ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഷിപ്സ് കാർഗോ ഒക്കെ ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പാസ് ചെയ്യുമ്പോൾ, അതായത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അതിലുണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസാണ് മറൈൻ ഇൻഷുറൻസ്. മറൈനിൽ പലതുണ്ട്. വോയേജ് ഉണ്ട്, ടൈം പോളിസി ഉണ്ട്, മിക്സഡ് പോളിസി ഉണ്ട്, വാല്യൂഡ് പോളിസി, ഓപ്പൺ പോളിസി, ഫ്ലോട്ടിംഗ് പോളിസി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ കാർഗോ, ഷിപ്പ്, ഫ്ലൈറ്റിനൊക്കെയാണ് നമ്മൾ സാധാരണ ഫ്രൈറ്റിനൊക്കെയാണ് നമ്മൾ സാധാരണ ഈ ഒരു മറൈൻ ഇൻഷുറൻസ് എടുക്കുക. ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ് ആണ്. ഇത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇതിലുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഫോർ സിംഗിൾ ജേണി ഒരു നമ്പർ ഓഫ് ജേണി, അതായത് ഒരൊറ്റ യാത്രയ്ക്ക്, അതായത് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് ജേണീസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻഷുറൻസ് എടുക്കാനായിട്ട് പറ്റും. അടുത്താണ് മൂന്നാമത്തെയാണ് ഫയർ ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസ് ഇസ് പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം കോസ്റ്റ് ഇൻകേർഡ് ഫ്രം ദ ഫയർ അല്ലേ. തീപിടുത്തം മൂലമുണ്ടാകുന്ന നഷ്ടം, ആ ഒരു കോസ്റ്റ് നികത്താൻ വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഫയർ ഇൻഷുറൻസ്. അതിൻ്റെ ഫീച്ചേഴ്സ്: ഇത് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി, ഇറ്റ് ഷുഡ് ഫുൾഫിൽ എസെൻഷ്യൽ ഓഫ് വാലിഡ് കോൺട്രാക്ട്, ഇറ്റ്സ് എ കോൺട്രാക്ട് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫീത്ത്. അതുപോലെ നഷ്ടങ്ങൾ, ഫയറിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ കവർ ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്നേ ഉള്ളൂ. അടുത്താണ് മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ്. നിങ്ങളൊക്കെ സാധാരണ എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ വരുമ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ് മെഡിക്കൽ ഇൻഷുറൻസ്. ഇനി ജനറൽ ഇൻഷുറൻസ്, നോട്ട് എ ലൈഫ് ഇൻഷുറൻസ്, ഇസ് കോൾഡ് ജനറൽ ഇൻഷുറൻസ്. അതായത് ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത എല്ലാ ടൈപ്പ് ഇൻഷുറൻസിനെയും നമുക്ക് ജനറൽ ഇൻഷുറൻസ് എന്ന് പറയാം. അതിൽ വെഹിക്കിളുണ്ട്, ഹോമുണ്ട്. നമ്മുടെ വീട് അതുപോലെ തന്നെ വണ്ടികൾക്കൊക്കെ ഇൻഷുറൻസ് എടുക്കുന്നതൊക്കെ ജനറൽ ഇൻഷുറൻസ് ആണ് കേട്ടോ. അതുപോലെ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, പേഴ്സണലിന് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഇൽനെസ്സോ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് ആണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. ഇനി ഓട്ടോ ഇൻഷുറൻസ് ഉണ്ട്, ഡിസബിലിറ്റി ഉണ്ട്, ലോങ് ടേം കെയർ ഇൻഷുറൻസ് ഉണ്ട്, ഹോം ഓണേഴ്സ് ഇൻഷുറൻസ് ഉണ്ട്, മിസ്സലേനിയസ് ഉണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്. അടുത്താണ് ജനറൽ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഡിഫറൻസ്. ജനറൽ എന്ന് പറഞ്ഞാൽ അത് പേഴ്സണൽ കോൺട്രാക്റ്റ് ആണ്, ലൈഫ് ആണെങ്കിൽ നോൺ പേഴ്സണൽ ആണ് കേട്ടോ. ഇറ്റ്സ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി, ഇത് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റിയാണ്. ഇറ്റ്സ് നോട്ട് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. നഷ്ടസാധ്യതയ്ക്ക് വേണ്ടി എടുക്കുന്നതാണ് ജനറൽ. മറ്റൊരിടത്ത് ഒരിക്കലും അതല്ല. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ലൈഫ് പോയിട്ട് പിന്നെ നമുക്കതിന് എത്ര നഷ്ടസാധ്യതയും കവർ ചെയ്യാൻ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല.
ജനറൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഹോംസ്, ഓട്ടോമൊബൈൽസ്. ജനറൽ ഇൻഷുറൻസിൽ എന്തൊക്കെ വരും? വീടിനെതിരെ, അതുപോലെ തന്നെ വണ്ടികൾക്ക്, ഓട്ടോമൊബൈൽസ്, ഇതൊക്കെ ജനറൽ വരും. ലൈഫ് മാത്രമേ വരുള്ളൂ. ഇൻഷുവേഴ്സ് വൺസ് ലൈഫ് ഫോർ ദ ലൈഫ് ഓഫ് സമ്മൺ. ഒരാളുടെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെയോ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ്. ജനറൽ ഇൻഷുറൻസ് ഈസ് ടേക്കൺ ജനറലി ഫോർ 1 ഇയർ. ജനറൽ ഇൻഷുറൻസ് സാധാരണ എടുക്കുന്നത് ഒരു വർഷത്തേക്കായിരുന്നു. നിങ്ങൾക്ക് വണ്ടികളുടെ ഇൻഷുറൻസ് ഒക്കെ അറിയാം, ഒരു വർഷത്തേക്കല്ലേ നമ്മൾ എടുക്കുക. ലൈഫ് അങ്ങനെയല്ല, ലോങ് പീരീഡിലേക്ക് എടുക്കുന്നതായിരിക്കും. ജനറൽ ഇൻഷുറൻസ് ഈസ് പ്രൊട്ടക്റ്റ് ഫ്രം റിസ്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ജനറൽ ഇൻഷുറൻസ്. അതും എന്തുതന്നെയാണ്? സെക്യൂരിറ്റിയാണ്, അല്ലെ, ഒരാളുടെ ലൈഫിൻ്റെ സെക്യൂരിറ്റിയാണ് നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി ഇവിടെ ആപ്ലിക്കബിൾ ആണ്, അവിടെ ഒരിക്കലും ആപ്ലിക്കബിൾ അല്ല. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, ഇത് ഇമ്പോർട്ടൻ്റ്. ഇനി മൊഡ്യൂൾ 5 ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒരാളുടെ ഡെത്ത് സംഭവിക്കുമ്പോൾ നമ്മൾ ആ ഒരു നഷ്ടം, അല്ലേ, അവിടെ ഉണ്ടാകുന്ന ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു നഷ്ടം നികത്താനായിട്ട് ഒരിക്കലും പറ്റില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഒരു കോൺട്രാക്റ്റാണ് ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അടുത്ത ഇമ്പോർട്ടൻസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്, ഒന്ന്, ഇറ്റ് ഈസ് എ പ്രൊട്ടക്ഷൻ എഗൈൻസ്റ്റ് എന്താണ്? അൺടൈംലി ഡെത്ത്, അല്ലേ, അതായത് സമയമെടുക്കാതെ മരണം സംഭവിക്കില്ലേ, അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത്. സേവിങ്സ് ഫോർ ഓൾഡ് ഏജ്, അതായത് വയസ്സായ ആളുകൾക്കുള്ളൊരു സേവിങ്സ്, ഒരു സമ്പാദ്യമാണ് ശരിക്കും ഈ ഒരു ലൈഫ് ഇൻഷുറൻസ്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നു, അതുപോലെ ക്രെഡിറ്റ് വർത്തിനെസ് കൂട്ടുന്നു, ബിസിനസ്സിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി കൂട്ടുന്നു, ഇതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇത് ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് ഇൻഷുറൻസ് ചോദിക്കുകയാണെങ്കിൽ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, ലീഗൽ റിലേഷൻഷിപ്പ്, കൺസെൻസസ് ആഡ് ഐഡം, കോമ്പിറ്റൻസി ഓഫ് പാർട്ടീസ്, ഫ്രീ കൺസെൻറ്റ്, ലോഫുൾ കൺസിഡറേഷനൊക്കെ നമുക്ക് എഴുതാം. നമ്മൾ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ് പറയാറില്ലേ, അതൊക്കെ തന്നെയാണ് ഇവിടെ ലൈഫ് ഇൻഷുറൻസിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെൻറ്റ് ചോദിച്ചാലും നിങ്ങൾ എഴുതേണ്ടത്. ഇനി ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് ഇൻഷുറൻസ്, ഒന്ന് ഗുഡ് ഫെയ്ത്തും ഇൻഷുറബിൾ ഇൻട്രസ്റ്റും, നോട്ട് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആണ് കേട്ടോ. എന്താണ് ഇൻഷുറൻസ് പോളിസി? ഇറ്റ്സ് എ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൽ വരുന്ന ഒരു ഉടമ്പടിയാണ് ഇൻഷുറൻസ് പോളിസി. ഇത് ഡിസ്ക്രൈബിംഗ് ദ ടേം, കവറേജ്, പ്രീമിയം ആൻഡ് ഡിഡക്റ്റബിൾസ്. ഇൻഷുറൻസിൻ്റെ എത്ര വർഷത്തേക്ക് ഇൻഷുറൻസ് അടയ്ക്കണം, അതിന് എത്ര എമൗണ്ട് കവറേജ് കിട്ടും, എത്ര പ്രീമിയം അടയ്ക്കണം എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഉള്ള ഇൻഷുറൻസിൻ്റെ ഒരു കോൺട്രാക്റ്റാണ് ഇൻഷുറൻസ് പോളിസി. ക്ലെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഒക്കറൻസ് സംഭവിക്കുമ്പോൾ നമുക്ക് ഇൻഷുർഡിന് കിട്ടുന്ന ആ ഒരു പേയ്മെൻ്റ് ഇല്ലേ, അതാണ് ക്ലെയിം. നോമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ലൈഫ് ഇൻഷുറൻസ്. ഇറ്റ്സ് എ കോമൺ ടു നോമിനേറ്റ് എ പേഴ്സൺ, യൂഷ്വലി സ്പൗസ്, ചൈൽഡ് ഓർ വൺ പാരൻറ്റ്. അതായത് സാധാരണ സ്പൗസിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചൈൽഡ്, വൺ പാരൻറ്റിനൊക്കെ വേണ്ടിയാണ് നോമിനേഷൻസ് കേട്ടോ. അടുത്ത അസൈൻമെൻ്റ് ആണ്. ഇറ്റ്സ് എ പോളിസി, ഇറ്റ്സ് എ മീൻസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഓൾ റൈറ്റ്സ്, ടൈറ്റിൽ ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഇൻ ഫേവർ ഓഫ് ദ അസൈനി. അടുത്ത പ്രീമിയാണ്. പ്രീമിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് നമ്മൾ അടയ്ക്കുന്ന, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അടയ്ക്കുന്ന, അല്ലെങ്കിൽ ബിസിനസ് അടയ്ക്കുന്ന ആ ഒരു എമൗണ്ട് ഓഫ് മണിയാണ് പ്രീമിയം. അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ ആ കവറേജ്, ആ റെമ്യൂണറേഷനെയാണ് നമ്മൾ അഷ്വറൻസ് എന്ന് പറയുക. ഇൻഷുറൻസിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ ഫോം ചെയ്യുന്ന, സെറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ്. ഇൻഷുറൻസ് ഏറ്റവും അപ്പെക്സ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് IRDA. അവരുടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് പഠിക്കുക, ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം. ഒന്ന്, രജിസ്റ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് കമ്പനീസിൻ്റെ രജിസ്ട്രേഷനും അതുപോലെ റെഗുലേഷനൊക്കെ വേണ്ടിയിട്ട് അതുവഴിയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ പോളിസി ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ പ്രൊമോട്ടിംഗ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഇൻ ഇൻഷുറൻസ്, ടു കൺട്രോൾ ഓവർ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ്, മെയിൻ്റനൻസ് ഓഫ് സോൾവൻസി, എൻഷുവറിങ് ഇൻഷുറൻസ് കവറേജ്, റെഗുലേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതെല്ലാം IRDAയുടെ പവേഴ്സ്, ഫങ്ഷൻസ് ഓർ ഡ്യൂട്ടീസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം. റോള് ചോദിക്കുകയാണെങ്കിൽ ഏകദേശം ഈ പോയിന്റുകളൊക്കെ തന്നെയാണ്. അപ്പോൾ കോമൺ ആയിട്ട് പഠിച്ചു വയ്ക്കുക, കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. അടുത്ത ലോസ് റിലേറ്റിംഗ് ടു ജനറൽ ഇൻഷുറൻസ് ആണ്. ജനറൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു ലോയാണ് ഇൻഷുറൻസ് ആക്റ്റും ജനറൽ ഇൻഷുറൻസ് ബിസിനസ് അമെൻമെൻറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കി വയ്ക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ, ഇത് കൂടുതലും എക്സാമിന് വരുന്ന IRDAയുടെ പോർഷനാണ് കേട്ടോ. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അതിനെക്കുറിച്ച് എന്തായാലും എല്ലാവരും പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ എക്സാം എഴുതാം. ഓക്കെ, താങ്ക് യു.